അങ്ങനെ നീട്ടി നീട്ടി ഞങ്ങളുടെ സെക്കൻഡ് സെമിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഈ ചിരിച്ചിരിച്ച് പോകുന്നത് കരയാനാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാ അറിയാം. കോളേജിൽ എത്തിയോണ്ട് ഹോൾ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോയി. സത്യം പറഞ്ഞാൽ ഹോൾ ടിക്കറ്റ് കിട്ടും വരെ ഡൗട്ടായിരുന്നു. സീനിയേഴ്സിനെ പോലെ നമുക്ക് എക്സാം ഡേറ്റിന് വല്ല മാറ്റം ഉണ്ടോന്ന്. എനിക്ക് മാറ്റമില്ല, എന്നാൽ മാറ്റമുള്ള പിള്ളേരും ഉണ്ട്. പിന്നെ ഈ കാണുന്ന തിരക്ക് എക്സാം ഹോൾ ഏതാന്ന് അറിയാനുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജിൽ ഇത്രയും പിള്ളേരുണ്ടെന്ന് ഇതുപോലെ എക്സാം ഒക്കെ വരുമ്പോഴാണ് അറിയുന്നത്. കാരണം ഇവരൊന്നും കാണാറ് കൂടിയില്ല. അങ്ങനെ എക്സാം കഴിഞ്ഞിരിക്കുന്ന ഇരിപ്പാണിത്. ഇത് കാണുമ്പോൾ എക്സാം പേപ്പർ ഡിസ്കഷൻ എന്നൊക്കെ തോന്നും, പക്ഷെ ഇത് പരാതി പറച്ചിലാണ്. 1 മണിക്കൂർ ഉണ്ടായിരുന്ന എക്സാം കണ്ണടച്ച് തുറന്നപ്പോഴേക്കും തീർന്നു. 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 4 മാർക്കിനും 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 8 മാർക്കിന് എഴുതുന്ന എന്റെ സ്കില്ല് കാരണം ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ഇനി 2-3 ക്വസ്റ്റ്യൻ എഴുതാൻ ബാക്കിയുണ്ട്. എന്നാൽ ഏത് ക്വസ്റ്റ്യൻ കറക്റ്റ് ആണോ? കറക്റ്റ് എല്ലാം ഉണ്ട്, പക്ഷെ അവര് ചോദിച്ചെന്താണോ അതുണ്ടോ എന്നാണ് ഡൗട്ട്. എന്തായാലും പാസ്സാകുമായിരിക്കും. പിന്നെ ഈ ചെക്കനെ നിപ്പ കണ്ടാ തോന്നും അവനിന്ന് സാലറി കിട്ടിയെന്ന്. അതിന് സെക്കൻഡ് ഇയറിന്റെ ഫീസ് അടയ്ക്കാനുള്ള പൈസയാണ്. ഫീസ് അടയ്ക്കാൻ പോയപ്പോൾ അവിടുത്തെ സാർ പറഞ്ഞു ന്യൂ ബാച്ചിന് അഡ്മിഷൻ നടക്കണം, ഫുഡൊക്കെ കഴിച്ചിട്ട് പതിയെ വന്ന് അടച്ചാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ ഫീസ് അടച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ട്രെയിൻ വരെ ഇനിയും ടൈമുണ്ട്, അതുകൊണ്ട് കുറച്ചു നേരം വി പാർക്കിൽ പോയിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തു നേരെ വീട്ടിലോട്ട്.